അങ്ങനെ ഈസാ നബി അലൈഹി സ്വലാമിൻ്റെയും യഹൂദിയുടെയും യാത്ര തുടരുകയാണ്. ഈസാ നബി അലൈഹി സ്വലാം ഇവനെക്കൊണ്ട് സത്യം പറയിപ്പിക്കണമെന്ന് തന്നെ ഉദ്ദേശിച്ചു. അങ്ങനെ പെട്ടെന്ന് ഈസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, യഹൂദി ആരാണ് ആ വരുന്നത്? അപ്പോൾ യഹൂദി ഒന്ന് സൂക്ഷിച്ചു നോക്കി. ഒരാളത് ആ വടി കൊണ്ട് തപ്പി വരികയാണ്. യഹൂദി എന്നാലും അയാൾ വിഷമിച്ചാണ് നടക്കുന്നത്. അത് കണ്ടിട്ടും യഹൂദിയുടെ കൽബിൽ കനിവൊന്നും തോന്നിയില്ല കേട്ടോ. ഇതുപോലെ എത്ര അന്ധന്മാരെ കാണുന്നു, അതിലെന്താ വിശേഷം പ്രത്യേകത എന്ന ഭാവമാണ് യഹൂദിയുടെ മുഖത്തുണ്ടായത്. നമ്മളിപ്പോൾ എത്ര അന്ധന്മാരെ കാണുന്നു, എത്ര കയ്യാട്ടികളെ കാണുന്നു, എത്ര കാലില്ലാത്തവരെ കാണുന്നു, അതൊരു വിഷയമല്ലല്ലോ. അങ്ങനത്തെ ഒരു ഭാവം യഹൂദിയുടെ മനസ്സിലുണ്ടായത്. അവർ നടന്ന് അന്ധൻ്റെ അടുത്തേക്കെത്തി. ഈസാ നബിയും യഹൂദിയും കൂടി നടന്ന് അന്ധൻ്റെ അടുത്തേക്കെത്തി. ഈസാ നബി അലൈഹി സ്വലാം അന്ധനോട് സംസാരിച്ചു, പരിചയപ്പെട്ടു. പ്രവാചകൻ്റെ ശബ്ദം അന്ധനെ ആശ്വസിപ്പിച്ചു. ഈസാ നബി അലൈഹി സ്വലാം ചോദിച്ചു, അതല്ല, പ്രവാചകൻ്റെ ശബ്ദം കേട്ടപ്പോൾ തന്നെ ഈ അന്ധനയ്ക്ക് എന്തായി? ഒരാശ്വാസം തോന്നി. കാരണം പ്രവാചകൻ്റെ ശബ്ദമാണിത്, ഇതിനു മുമ്പും കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാനൊരു വിഷമത്തിലുള്ള ആളാണല്ലോ, എനിക്കിപ്പോൾ പ്രവാചകനെ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് കിട്ടുകയാണല്ലോ. അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടി ഞാൻ നിൻ്റെ കണ്ണുകൾക്ക് കാഴ്ച തിരിച്ചു തരാം. എന്നാൽ നീ അള്ളാഹുവിന് നന്ദി പ്രകടിപ്പിക്കുമോ എന്ന് ഈസാ നബി അലൈഹി സ്വലാം ഇദ്ദേഹത്തോട് ചോദിച്ചു, കണ്ണുപൊട്ടനോട് ചോദിച്ചു. അന്ധൻ്റെ മനസ്സിൽ പ്രതീക്ഷയുടെ വല്ലാത്ത ഒരു വെളിച്ചം പടർന്നു പിടിച്ച് അയാൾ ആവേശത്തോടെ പറഞ്ഞു, ആരാ പറയാതിരിക്കുക, എന്താണിപ്പോൾ തൻ്റെ കണ്ണുകൾ തുറക്കാൻ പോവുകയാണ്, ഈ ലോകം കാണാൻ പോവണേ, അതിലും വലിയ ഒരു അവസ്ഥ എന്താണുള്ളത്? എൻ്റെ കണ്ണുകൾക്ക് കാഴ്ച കിട്ടിയാൽ ഞാൻ അള്ളാഹുവിന് നന്ദി ചെയ്യും എന്ന് തന്നെ അന്ധൻ പറഞ്ഞു. ഈസാ നബി അലൈഹി സ്വലാം അന്ധൻ്റെ കണ്ണിലൊന്ന് തടവി. അത്ഭുതം, കണ്ണുകൾ പ്രകാശിക്കുന്നു, എല്ലാം കാണാം. ഇരുട്ടുപോയി കാഴ്ചയുള്ള കണ്ണുകൾ കൊണ്ട് ഈസാ നബി അലൈഹി സ്വലാമിനെ നോക്കിക്കാണുകയാണ് അയാൾ. ഇതാണ് അള്ളാഹുവിൻ്റെ പുണ്യപ്രവാചകൻ. ഇതുവരെ ശബ്ദമാണ് കേട്ടിട്ടുള്ളത്, ഇപ്പോൾ ഇതാ വളരെ വിശാലമായിട്ട് കണ്ടിരിക്കുന്നു. സന്തോഷത്തോടെ കണ്ണ് നിറഞ്ഞു, കൽബും നിറഞ്ഞു. അള്ളാഹുവേ, നിനക്കാണ് സ്തുതി, അയാൾ ആദ്യം തന്നെ പറഞ്ഞു. യഹൂദി എല്ലാം നോക്കിക്കണ്ടു അതിശയിച്ച് നിൽക്കുകയാണ്. നേരത്തെ യഹൂദിക്ക് കണ്ണുപൊട്ടനെ കണ്ടപ്പോൾ ഒരു അതിശയം തോന്നിയില്ല. പക്ഷേ കണ്ണുപൊട്ടൻ്റെ കാഴ്ച ഈസാ നബി അലൈഹി സ്വലാം തിരിച്ചു കൊടുത്തപ്പോൾ അവനക്ക് അത്ഭുതം തോന്നി. ഈസാ നബി അലൈഹി സ്വലാം ഈ അത്ഭുതം കണ്ടിട്ടിങ്ങനെ മിഴിച്ച് നിൽക്കുന്ന അന്ധനോട് ചോദിച്ചു, അന്ധന് കാഴ്ച നൽകിയ അള്ളാഹുവിൻ്റെ പേരിൽ ഞാൻ നിന്നോട് ചോദിക്കുന്നു, പറയൂ. ഈസാ നബി പറയാണ്, എന്തെന്ന്? അന്ധനക്ക് കാഴ്ച നൽകിയ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ നിന്നോട് ചോദിക്കുന്നു. എന്താ ചോദിക്കുന്നത്? നിൻ്റെ പൊതിയിൽ എത്ര റൊട്ടി ഉണ്ടായിരുന്നു? യഹൂദി സത്യം പറയാൻ സന്നദ്ധനായില്ല. യഹൂദി എന്ത് പറഞ്ഞ്? കളവ് ആവർത്തിക്കാൻ തീരുമാനിച്ചു. അയാൾ പറഞ്ഞു, ഒരു റൊട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ശരി, എന്നാൽ നമുക്ക് നടത്തം തുടരാം ഇൻഷാ അല്ലാഹ്. അങ്ങനെ അവർ തുടർന്ന് വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. രണ്ടുപേരും നടന്ന് തൻ്റെ സഹയാത്രികൻ്റെ മനസ്സിൻ്റെ കടുപ്പം അപാരം തന്നെ ഇന്ന് ഈ നടക്കുന്നതിനിടയിൽ ഈസാ നബി ഇങ്ങനെ ചിന്തിക്കുക. കുറേ ദൂരയാത്ര ചെയ്തപ്പോൾ ഒരാളെ കാണുന്നു, നടക്കാൻ കഴിയാത്ത പാവം മനുഷ്യൻ, കാലുകൾക്ക് ശേഷി കുറഞ്ഞ വികലാംഗൻ. എല്ലാവരും കൈവീശി ധൃതിയിൽ നടന്നു പോകുന്നത് അയാളിങ്ങനെ കാണുന്നു. തനിക്കതിന് കഴിയുന്നില്ലല്ലോ എന്ന ഒരു സങ്കടത്തിലിരിക്കുകയാണ് അയാൾ. ഈ കാഴ്ച ഈസാ നബി അലൈഹി സ്വലാം കണ്ടു. അപ്പോൾ ഈസാ നബി അലൈഹി സ്വലാം കുറച്ച് നേരം ഒന്ന് നോക്കി അയാളെ. ഈ യഹൂദക്ക് കുറച്ച് ഭ്രാന്തൊക്കെ പിടിക്കുന്നുണ്ട്, എന്തിനാ വെറുതെ ഇങ്ങനെ ഈ വയ്യാത്തവരൊക്കെ നോക്കി നിൽക്കുന്നത് എന്നൊക്കെ. അങ്ങനെ അയാളോട് ചോദിച്ചു, ഈസാ നബി അലൈഹി സ്വലാം ചോദിച്ചു, അള്ളാഹുവിൻ്റെ അനുമതിയോട് കൂടി ഞാൻ നിൻ്റെ കാലുകൾക്ക് ശക്തി നൽകാം. നിനക്ക് മറ്റുള്ളവരെ പോലെ നടക്കാൻ കഴിഞ്ഞാൽ നീ അള്ളാഹുവിന് നന്ദി കാണിക്കുമോ? അയാളുടെ കണ്ണുകളിൽ പ്രതീക്ഷയുടെ തിളക്കം ആരാ സന്തോഷിക്കാതിരിക്കുക? അയാൾ വിനയം നിറഞ്ഞ സ്വരത്തിൽ പറഞ്ഞു, എൻ്റെ കാലുകൾക്ക് നടക്കാനുള്ള ശേഷി കിട്ടിയാൽ ഞാൻ അള്ളാഹുവിന് നന്ദി ചെയ്യും. ഈസാ നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചു. വൈകല്യമുള്ള കാലുകളിൽ തടവി
അതിശയം തന്നെ, കാലുകൾക്ക് ശേഷി കൈവന്നു. സന്തോഷത്തോടെ നന്ദിയോടെ പ്രവാചകനെ അല്പനേരം നോക്കി എന്നിട്ട് ഉറപ്പുള്ള ആ കാലുകളിൽ അയാൾ നടന്നു പോയി. ഈ നബിയെ അദ്ദേഹം അല്പസമയം ഇങ്ങനെ നോക്കി നിന്നു. സന്തോഷം, ഭയങ്കര സന്തോഷത്തിൽ അള്ളാഹുവിനക്ക് സ്തുതി പറഞ്ഞുകൊണ്ട് അയാൾ നടന്നുപോയി. അപ്പോൾ ആ നടന്നു പോകുന്നത് കണ്ടിട്ട് ഈ യഹൂദി ഇങ്ങനെ തുറിച്ച് നോക്കുക. അപ്പോൾ യഹൂദിയോട് ചോദിച്ചു, വികലാംഗൻ്റെ കാലുകൾക്ക് ശക്തി നൽകിയ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ നിന്നോട് ചോദിക്കട്ടെ, നിൻ്റെ പൊതിയിൽ എത്ര റൊട്ടി ഉണ്ടായിരുന്നു? യഹൂദി പറഞ്ഞു, ഒരു റൊട്ടി മാത്രം ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങളെന്താ എപ്പോഴും ഇങ്ങനെ ചോദിക്കുന്നത്? ഒരൊറ്റ റൊട്ടിയേ ഉണ്ടായിരുന്നുള്ളൂ. ശരി, നമുക്ക് യാത്ര തുടരാം അല്ലേ? അവർ യാത്ര തുടരുകയാണ്. ഈ യഹൂദിയും ഈസാ നബിയും കൂടി ഇങ്ങനെ യാത്ര തുടരുകയാണ്. അവർ യാത്ര തുടരുന്നു. അതാ വലിയ ഒരു നദി, ഭയങ്കര ഒഴുക്കുള്ളൊരു നദിയുടെ അടുക്കലേക്കാണ് അവർ ചെല്ലുന്നത്. വല്ലാത്ത ഒഴുക്കാണ്, കൂലം കുത്തി ഒഴുകുന്ന നദി. ആ നദിയുടെ അക്കരെ എത്തണം. അതിനാണെങ്കിൽ ഒരു മാർഗവുമില്ല. യഹൂദയും ഈസാ നബിയും നദിക്കരയിലെത്തി. അങ്ങനെ ഇനി എന്ത് ചെയ്യും? അക്കരെ എത്തണം, അതിനെന്ത് ചെയ്യും? ഒരു വഴിയും കാണുന്നില്ലല്ലോ. യഹൂദി നിരാശയോടെ പറഞ്ഞു, വാ നമുക്ക് നടന്നു പോവാം. ഈസാ നബി വിളിച്ചു, വാ നമുക്ക് നടന്നു പോവാം, നീ എന്നെ പിടിച്ച് നടന്നാൽ മതി എന്ന് ഈസാ നബി അലൈഹി സ്വലാം പറഞ്ഞു. ഏത് കൂടെ ഇപ്പോൾ നടക്കാൻ പോകുന്നതെന്നറിയോ? വെള്ളത്തിൻ്റെ മുകളിൽ കൂടെയാണ് നടക്കാൻ പോകുന്നത്. നദിയുടെ ജലനിരപ്പിലൂടെ ഈസാ നബി അലൈഹിസ്സലാം യഹൂദിയും നടക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ യഹൂദിക്ക് ഒരു കൈ കൊടുത്തു ഈസാ നബി അലൈഹിസ്സലാം. ആ പവിത്രമായ കൈ, അവനിക്ക് അതിന് ബഹുമാനമൊക്കെ കുറവാണ്, എന്നാലും പവിത്രമായ കൈ യഹൂദിയുടെ കയ്യിലേക്ക് കൊടുത്തു. അങ്ങനെ യഹൂദി ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കൈ പിടിച്ച് ഈസാ നബി അലൈഹിസ്സലാം ആദ്യം വെള്ളത്തിലേക്ക് ചവിട്ടി. വെള്ളം നല്ല ഉറച്ച പോലെ. അങ്ങനെ യഹൂദയും ഒപ്പം ചവിട്ടിക്കയറി. അങ്ങനെ അവർ രണ്ടുപേരും ആ ജലത്തിൻ്റെ മുകളിലൂടെ നടന്നുപോയി. അപ്പോൾ യഹൂദിയോട് അങ്ങനെ നടന്ന് അക്കരെ എത്തിയിട്ടോ. അപ്പോൾ യഹൂദിക്ക് നല്ല ആശ്വാസവും അത്ഭുതവുമായി. അപ്പോഴും ഈസാ നബി അലൈഹിസ്സലാം യഹൂദിയോട് ചോദിച്ചു, ഈ ജലവിധാനത്തിലൂടെ നിന്നെയും എന്നെയും നടത്തിയ അള്ളാഹുവിൻ്റെ പേരിൽ ഞാൻ നിന്നോട് ചോദിക്കുന്നു, നീ സത്യം പറയൂ, നിൻ്റെ കൈവശം എത്ര റൊട്ടി ഉണ്ടായിരുന്നു? ഒരൊറ്റ റൊട്ടി മാത്രമേ ഈസ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. യഹൂദിയുടെ മറുപടി. അപ്പോഴും അവൻ ആ കളവ് തന്നെ ആവർത്തിച്ചു. ഇവൻ ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല. ഇത്രയും ദൃഷ്ടാന്തങ്ങളൊക്കെ കണ്ടിട്ടും അവൻ സത്യം പറയുന്നില്ല. എന്തൊരു ബുദ്ധിയാണ്! അല്ലെങ്കിൽ അവനക്ക് ആലോചിച്ചുകൂടെ? ഇത്രയും മോചിതത്ത്, ഇത്രയും അത്ഭുതങ്ങളൊക്കെ കാട്ടുന്ന ഇദ്ദേഹത്തിനക്ക് എന്തുകൊണ്ട് എൻ്റെ ഭാണ്ഡത്തിലെ മറഞ്ഞു കിടക്കുന്ന റൊട്ടിയെ അറിയാതിരിക്കും? അദ്ദേഹം അറിയല്ലോ. അവ സത്യം പറയല്ലേ നല്ലത് എന്ന് അവനിക്ക് തോന്നുന്നില്ല. വീണ്ടും ആ യാത്ര, ഈ സത്യം പറയിപ്പിക്കുന്നത് വരെ ഈ യാത്ര തുടരുക. ഈ യാത്രയിൽ പല അത്ഭുതങ്ങളും ഉണ്ടാകുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഇതിൻ്റെ ബാക്കി തുടരാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.